സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് നോക്കാം പ്രധാന വാർത്തകൾ. കണ്ണൂർ ഇരിട്ടിയിൽ പന്നിക്കെണിയിൽ പുലി കുടുങ്ങി. പുലിയെ മയക്കുവെടിവെച്ചു. മലപ്പുറം അങ്ങാടിപ്പുറത്തും നിലമ്പൂരും തിരുവനന്തപുരം ആര്യനാടും പുലിപ്പേടി. വർക്കലയിലെത്തുന്നവർ മൂക്കുപൊത്തുന്നു. പാപനാശം തീരത്തെത്തുന്നവരെ സ്വീകരിക്കുന്നത് കക്കൂസ് മാലിന്യം. മൂന്നാറിൽ സന്ദർശകർക്കായി സർക്കാർ സമ്മാനം. 9 ഡീലക്സ് റൂമുകൾ ഉൾപ്പെടുന്ന പുതിയ കോംപ്ലക്സ്. സർക്കാർ മന്ദിരം അത്യാധുനിക സൗകര്യങ്ങളോടെ. വിശദമായി നോക്കാം. കണ്ണൂർ ഇരിട്ടിയിൽ പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടിവെച്ചു പിടികൂടി. ഇരിട്ടി കക്കയങ്കാട് പാല റോഡിലെ വീട്ടുപറമ്പിലാണ് പുലിയെ കെണിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിയ ശേഷമാണ് മയക്കുവെടിവെച്ചത്. മലപ്പുറം നിലമ്പൂർ പോത്തുകലിൽ ശാന്തിഗ്രാം ചെമ്പ്ര ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. ദൃശ്യങ്ങൾ പ്രദേശത്ത് സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിലെ ഒട്ടുമിക്ക ആളുകളും ടാപ്പിംഗ് തൊഴിലാളികളാണ്. പുലിയുടെ ദൃശ്യം പുറത്തുവന്നതോടെ മേഖല ആശങ്കയിലാണ്. പുലി ഭീതിയിലാണ് മലപ്പുറം അങ്ങാടിപ്പുറം പരിയാപുരം പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം 2 പേരാണ് പരിയാപുരത്ത് പുലിയെ കണ്ടത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി. ചെറിയ കുന്നിൻ പ്രദേശമാണെങ്കിലും ഇതുവരെ മനുഷ്യജീവന് അപകടം വരുത്തുന്ന ജീവികൾ പരിയാപുരം ചീരട്ടാമല മേഖലയിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ പരിയാപുരത്തിന്റെ മലയോര മേഖലകളിൽ പുലിയെ കണ്ടുവെന്ന് പലരും പറയുന്നതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന ഏലംകുളം സ്വദേശിയായ യുവാവും പരിയാപുരം സ്വദേശിയുമാണ് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടത്. ചീരട്ടാമല റോഡിൽ ബൈക്കിൽ പോവുകയായിരുന്ന ഏലംകുളം സ്വദേശി രാത്രി 9 മണിയോടെയാണ് പുലിയെ കണ്ടത്. ഉടനെ തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് ഇയാൾ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് 9 മണിക്ക് ശേഷം പരിയാപുരം സ്വദേശിയായ പുത്തൻപുരക്കൽ റെജിയും പുലിയെ കണ്ടതായി പറയുന്നു. നായ കുരക്കുന്നത് കേട്ടപ്പോൾ പുറത്തിറങ്ങി നോക്കിയ റെജി വീടിന്റെ പരിസരത്തുള്ള വഴിയിൽ ഒഴിഞ്ഞ സ്ഥലത്താണ് പുലിയെ കണ്ടത്. ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് വീടിന്റെ പരിസരത്തുള്ള വഴിയിൽ നിന്നും പുലി തൊട്ടടുത്ത പറമ്പിലേക്ക് ചാടുന്നതായി കണ്ടതെന്ന് റെജി പറയുന്നു. പട്ടി വരയ്ക്കാൻ കേട്ടിട്ട് ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോൾ എന്തായാലും പട്ടി മുറ്റത്തുനിന്ന് മാറുന്നില്ല. പട്ടി നിൽക്കുന്നിടത്ത് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ ലൈറ്റ് എടുത്ത് അടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴാണ് ആ ഓട്ടോറിക്ഷ നിൽക്കുന്നതിൻ്റെ താഴെ ഇത് റോട്ടിൽ നിൽക്കുകയാണ് ഈ സാധനം. ഏകദേശം ഈ പാക്കാനേക്കാളും വലുപ്പമുണ്ട്. ഒരു ഇത്രയും പൊക്കമുണ്ട്. അത് ലൈറ്റ് മട്ടം കണ്ടുകൊണ്ട് ഇത് മെല്ലെ അങ്ങോട്ട് താഴോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോഴും പട്ടി ഇവിടെ നിന്ന് വരയ്ക്കാൻ അല്ലാണ്ട് താഴോട്ട് വന്നത്. സാധാരണ പാക്കാനെ മറ്റു ജീവികളൊക്കെ പന്നീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഓടിച്ചു വിടുന്നതാണ്. ഇത് പേടിച്ചിട്ട് എൻ്റെ പുറകെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ അയലക്കത്തുനിന്ന് ഒരു ബൈക്കാരൻ കണ്ടത്. എൻ്റെ ആ വീട്ടിൽ കയറി പറഞ്ഞത് ഇങ്ങനെ പുലിനെ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് 5 മിനിറ്റ് അപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് തന്നെ വിളിക്കുകയാണ് ചെയ്തത്. 5 മിനിറ്റ് അപ്പോൾ ആകുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 9:20 ടൈം ആകുന്നുള്ളൂ. അപ്പോൾ നാട്ടുകാർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വഴിയാണ് ഇപ്പോൾ പുലിയെ കണ്ടെന്ന് പറയുന്ന മേഖല. അതിരാവിലെ ടാപ്പിംഗ് തൊഴിലാളികളും കർഷകരും നടക്കാൻ പോകുന്നവരും എല്ലാം ധൈര്യമായി ഇറങ്ങി നടക്കാനാവാത്ത അവസ്ഥയിലാണിപ്പോൾ. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ്. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം ആര്യനാട് വീണ്ടും പുലിപ്പേടി. തുറവൂർ വലിയ കളത്തിന് സമീപം പുലിയെ കണ്ടെന്ന് നാട്ടുകാരൻ പറഞ്ഞതാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയത്. പ്രദേശത്ത് വനംവകുപ്പ് പരിശോധന നടത്തി. നേരത്തെയും പുലിയെ കണ്ടതായുള്ള പരാതി ഉയർന്ന ചേരപ്പള്ളിക്ക് സമീപമാണ് 2-ാം തീയതി പുലിക്ക് സമാനമായ ജീവിയെ കണ്ടതായി അഭ്യൂഹം ഉയരുന്നത്. വലിയകളം ക്ഷേത്രത്തിന് സമീപം റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് പുലി ഇറങ്ങിയതായി നാട്ടുകാരൻ പറയുന്നു. 2-ാം തീയതി രാവിലെ ഒരു 3-3:30 മണിക്ക് വലിയകളം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് പുലിയെ കണ്ടു. പുലി റബ്ബർ എസ്റ്റേറ്റിൻ്റെ അകത്തുനിന്ന് എടുത്ത് ചാടി റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ചാടിപ്പോകുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വനം വകുപ്പ് പരിശോധന നടത്തി. പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ജാഗ്രത തുടരാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴയിൽ മുഖം മൂടി ആക്രമണത്തിനിരയായ വീട്ടമ്മ ജീവനൊടുക്കി. കാട്ടൂർ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ തങ്കമ്മയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 58 വയസ്സായിരുന്നു. 2-ാം തീയതി പകൽ വീട്ടിൽ കയറിയ അജ്ഞാതൻ വീട്ടമ്മയെ അടിച്ച് ബോധം കെട്ടിയിട്ടിരുന്നു. ഈ സമയം തങ്കമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അക്രമിയെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വണ്ണഞ്ചേരി പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് വീട്ടമ്മ ജീവനൊടുക്കിയത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ശരണ്യ, അതിദാരുണമായ സംഭവമാണ്. ഈ ആക്രമണത്തിൽ മനംനൊന്നാണോ ഇപ്പോൾ ഈ വീട്ടമ്മ ജീവനൊടുക്കിയത്? എന്താണ് അറിയാൻ സാധിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്?
ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് മുഖംമൂടി ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മണ്ണഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ കാട്ടൂർ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ തങ്കമ്മ എന്ന 58-കാരിയാണ് ഇന്ന് ആത്മഹത്യ ചെയ്ത നിലയിൽ വീടിന്റെ ചായ്പിൽ കണ്ടെത്തിയത്. ഇവരെ കഴിഞ്ഞ ദിവസം ഈ മുഖംമൂടിയും ധരിച്ച ഒരാൾ വീട്ടിലെത്തി ആക്രമിച്ചു എന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. മൂത്ത മകൻ എത്തുന്ന സമയത്ത് ഇവർ വീടിനുള്ളിൽ ബോധരഹിതരായി കിടക്കുന്നത് കണ്ടു എന്നാണ് പോലീസിന് മൊഴി നൽകിയത്. കൈ കെട്ടിയ നിലയിലായിരുന്നു, കാലിൽ തോർത്ത് ചുറ്റി മുറുക്കിയ നിലയിലും കൈ കെട്ടിയ നിലയിലും വായിൽ തുണി തിരികെ നിലയിലുമായിരുന്നു ഈ വീട്ടമ്മ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയത്. പിന്നീട് ഇവരുടെ വൈദ്യപരിശോധനയ്ക്ക് അടക്കം പോലീസ് വിധേയനാക്കാനായി കൊണ്ടുപോയിരുന്നു. എന്നാൽ ചില വൈദ്യപരിശോധനകൾ ഇവർ നിഷേധിച്ചുവെന്നും പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ദുരൂഹത നിറഞ്ഞ ഒരു കേസാണിത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൈ കെട്ടിയിരുന്നത് തന്നെ, അതായത് ഇവർ കിടന്നിരുന്ന ശരീരത്തിന്റെ മുൻഭാഗത്തോട് ചേർന്നാണ് കൈ കെട്ടിയിരുന്നതെന്നും ഒക്കെ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് എത്തിയത്. ഈ ആളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വീട്ടമ്മ പങ്കുവച്ചിരുന്നില്ല. അതായത് മുഖത്ത് മുഖംമൂടി ധരിച്ച ഒരാൾ എന്ന് മാത്രമാണ് വിവരം നൽകിയിരുന്നത്. മറിച്ച് പോലീസിന്റെ കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ശരണ്യ, ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന് ഇതുവരെ ഈ പ്രതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല, ആ അജ്ഞാതനിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ്. അതിനുള്ളൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല എന്നാണോ? ഈ തങ്കമ്മയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ടോ ശരണ്യ? അത് സംബന്ധിച്ച് എന്താണ് അറിയാൻ സാധിച്ചത്? അത്തരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ഈ കേസിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ദുരൂഹതകളുടെ ആക്കം കൂട്ടുന്നു. അതായത് തൊട്ടടുത്ത മുറിയിൽ ഈ തങ്കമ്മ ആക്രമിക്കപ്പെടുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ 4000 രൂപയും ഒപ്പം തന്നെ വിലപിടിപ്പുള്ള വാച്ചും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ ഈ സംഭവ സമയത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, എന്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിന് പിന്നിലുള്ള ഇതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. മാത്രമല്ല, അതിൽ പൂർണ്ണമായൊരു സഹകരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അയാളുടെ ശരീരഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അതിനെ സംബന്ധിച്ചൊരു വ്യക്തത ലഭ്യമായിരുന്നില്ല എന്നുള്ളത്. മുഖംമൂടി ധരിച്ച ഒരാൾ എന്ന് മാത്രമുള്ള ഒരു വിവരമാണ് പോലീസിനോട് കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇതിന് പല സംശയങ്ങളും നിലനിൽക്കുന്ന ഒരു കേസാണ്. ആ രീതിയിൽ ഈ പോലീസിന്റെ അന്വേഷണം പോലീസിന് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഇതുവരെ പോലീസിന് ആളെ തിരിച്ചറിയാനോ കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി വീടിന്റെ ചായ്പിൽ തങ്കമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു കേസാണ്. തീർച്ചയായും വ്യക്തമാണ്, നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്ന കേസാണ്. എന്തായാലും ഇരയായ തങ്കമ്മ ഇപ്പോൾ തൂങ്ങി മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ നൽകിയത്. യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താനാകാതെ മൂവാറ്റുപുഴ കോലഞ്ചേരിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം മതിയായ സൗകര്യമില്ലാത്തത് മൂലം യാത്രക്കാർ കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഈ സ്റ്റാൻഡ്. കോലഞ്ചേരി റോഡിൽ ഫയർ സ്റ്റേഷന് സമീപമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം. 6 കസേരയുള്ളതിൽ പകുതിയും നിലത്ത് തകർന്നു കിടപ്പുണ്ട്. മാസങ്ങളായി ഇതാണ് സ്ഥിതി. മൂവാറ്റുപുഴ നഗരസഭയാണ് കേന്ദ്രം സ്ഥാപിച്ചത്. പക്ഷേ കൃത്യമായ അറ്റകുറ്റപ്പണിയില്ലാത്തതുമൂലം യാത്രക്കാർ സ്റ്റാൻഡ് കൈവിട്ടു. കൃത്യമായി നവീകരിച്ച് സ്റ്റാൻഡ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 മൂവാറ്റുപുഴ. തൊഴിലുപകരണങ്ങൾക്ക് പുറമെ റോക്കറ്റിനും മിസൈലിനും ഉപകരണങ്ങൾ നിർമ്മിക്കാനൊരുങ്ങുകയാണ് പാലക്കാട് ഷൊർണൂരിലുള്ള മെറ്റൽ ഇൻഡസ്ട്രീസ്. എയ്റോസ്പേസ് പദ്ധതിക്കൊപ്പം ഇക്കോ മെറ്റൽ പാർക്ക് സജ്ജമാക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഇവിടെ. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിലാണ് പുതിയ സ്വപ്ന പദ്ധതികൾക്ക് തുടക്കമിടുന്നത്. റോക്കറ്റുകൾക്കും മിസൈലുകൾക്കുമായി വിവിധ തരം ഫോർജിങ്ങുകൾ ഉൽപ്പാദിപ്പിച്ചു നൽകാനുള്ള 2 ടൺ ഹാമറും അനുബന്ധ യന്ത്രസാമഗ്രികളും അടങ്ങുന്ന എയ്റോസ്പേസ് പദ്ധതിയും ഷൊർണൂരിന്റെ മുഖം മാറ്റുന്ന എക്കോ മെറ്റൽ പാർക്കുമാണ് ഒരുങ്ങുന്നത്. 7 കോടിയുടെ അടങ്കൽ പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ ആദ്യഘട്ടമെന്ന രീതിയിൽ 2.50 കോടി സർക്കാർ നൽകി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള കമ്പനികൾ രാജ്യത്ത് കുറവാണ്. അതിനാൽ തന്നെ മികച്ച ലാഭത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് മെറ്റൽ ഇൻഡസ്ട്രീസ് ബോർഡിന്റെ വിലയിരുത്തൽ. ഇതോടൊപ്പം വിനോദത്തിനും വിദ്യാഭ്യാസത്തിനും ബിസിനസിനും ഊന്നൽ നൽകുന്ന മെറ്റൽ പാർക്ക് പദ്ധതിക്കും തുടക്കമായി. 10 കോടി രൂപയോളം വരുന്ന പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. വർക്കല തീരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നത് മനം മടുപ്പിക്കും കാഴ്ചയാണ്. പാപനാശം തീരത്തൂടെ കക്കൂസ് മാലിന്യം പരന്നൊഴുകുന്നത് മൂലം സഞ്ചാരികൾ മൂക്കുപൊത്തി നടക്കേണ്ട സ്ഥിതിയാണ് ഇവിടെയുള്ളത്. ലോകത്തെ മനോഹരമായ ബീച്ചുകളുടെ പട്ടികയിൽ ഇടം നേടിയ പാപനാശം
ഈ തീരം കാണാനായി ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് അത്ര നല്ല കാഴ്ചയല്ല. ഇത്രയേറെ സഞ്ചാരികൾ എത്തുന്ന പാപനാശത്ത് നിരന്തര ആവശ്യത്തെ തുടർന്ന് 4 മാസം മുൻപാണ് ടോയ്ലറ്റ് സ്ഥാപിച്ചത്. എന്നാൽ ഇവിടത്തെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് തീരത്തേക്ക് മലിനജലം പരന്നൊഴുകുകയാണ്. ദുർഗന്ധം മൂലം സഞ്ചാരികൾ മൂക്കുപൊത്തി നടക്കണം. സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും ടോയ്ലറ്റുകൾ ഇപ്പോൾ പൊട്ടി തകർന്ന് അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സ്ത്രീകളുടെ 2 ടോയ്ലറ്റിൽ വെള്ളം പൊങ്ങി നിന്ന് അതിനകത്ത് കൂത്താടികളും പുഴുക്കളും നിറഞ്ഞു നിൽക്കുന്നു. ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ജനങ്ങളോട് ചെയ്യുന്ന വളരെ ദ്രോഹമാണിത്. ടോയ്ലറ്റ് ബ്ലോക്കിലെ ടൈലുകൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു. ഇതിനൊക്കെ സമീപമാണ് ബലിമണ്ഡപം സ്ഥിതി ചെയ്യുന്നതും. തീരത്തെ ശുചീകരണ തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും വസ്ത്രം മാറാനും മുറി നൽകിയിരുന്നു. കക്കൂസ് മാലിന്യം പരന്നൊഴുകുന്നതിനാൽ ഈ മുറി ഉപയോഗിക്കാനും ഇവർക്ക് സാധിക്കുന്നില്ല. നഗരസഭയുടെ അടിയന്തര ഇടപെടൽ തേടുകയാണ് സഞ്ചാരികൾ. ന്യൂസ് 18 വർക്കല. ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് ശില്പം നിർമ്മിച്ച വിദ്യാർത്ഥിനികൾ. കാണാം ഇടുക്കി പുഷ്പഖണ്ഡം സ്കൂളിലെ കാഴ്ചകൾ. പുഷ്പഖണ്ഡം ഗവൺമെന്റ് LP സ്കൂളിലാണ് ഈ മനോഹര കാഴ്ച. 400 സ്കൂൾ ബാഗുകളും 2000 ചെരുപ്പുകളും ഉപയോഗിച്ചാണ് സ്കൂൾ മുറ്റത്ത് ആമയുടെ ശില്പം തീർത്തത്. കുട്ടികളുടെ വീടുകളിൽ നിന്നാണ് ഉപയോഗശൂന്യമായ ബാഗുകളും ചെരുപ്പുകളും ശേഖരിച്ചത്. തികയാതെ വന്നവ നെടുങ്കണ്ടം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നും ശേഖരിച്ചു. തെർമോകോളും പെട്രോളും സംയോജിപ്പിച്ച് തയ്യാറാക്കിയ പ്രത്യേക മിശ്രിതം ഉപയോഗിച്ചാണിവ കൂട്ടിയോജിപ്പിച്ചത്. SSK സ്റ്റാർസ് പദ്ധതി പ്രകാരം പുഷ്പഖണ്ഡം ഗവൺമെന്റ് സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് വർണ്ണക്കൂടാരം. 30 തീമുകളെ അടിസ്ഥാനമാക്കി 13 ഇടങ്ങളിലായി അകത്തും പുറത്തുമായി ഇത് സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിലൂടെ കുട്ടികൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും പഠന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് സഹായകമാണ്. കുട്ടികളുടെ പഠനാന്തരീക്ഷം മികച്ചതാക്കുന്നതിനായി സ്റ്റാർസ് പദ്ധതി പ്രകാരം നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടപ്പിലാക്കുന്നത്. ചരിത്രാതീത കാലത്തിന്റെ നിരവധി ശേഷിപ്പുകൾ ലഭിച്ചിട്ടുള്ള പ്രദേശമാണ് പുഷ്പഖണ്ഡവും സമീപ മേഖലയായ അണക്കരമെട്ടും. ഇത്തരം അറിവുകൾ കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനായി നന്നങ്ങാടിയുടെ മാതൃകയും ഒരുക്കിയിട്ടുണ്ട്. ഇടുക്കിയുടെ കുടിയേറ്റ കാല ഓർമ്മകളുടെ പ്രതീകമായ മൺവീടും ട്രാഫിക് നിയമങ്ങൾ മനസ്സിലാക്കുന്നതിനായി റോഡും ട്രാഫിക് സിഗ്നലും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അരിപ്പയിൽ നിന്ന് തേയില കളയാൻ വരട്ടെ. ഇതുപോലെ നല്ലൊരു വളമില്ലെന്നാണ് കാസർകോട്ടുകാരൻ പ്രകാശൻ പറയുന്നത്. ഉപയോഗിച്ച തേയില വളമാക്കി ദിനം പ്രതി 6 കിലോയോളം പച്ചമുളക് വിളവെടുക്കുന്ന പ്രകാശന്റെ കഥ നമുക്ക് കാണാം. ഗ്രോ ബാഗുകളിൽ വിളഞ്ഞു നിൽക്കുകയാണ് കാശ്മീരി മുളകും കാന്താരി നാടൻ മുളകുമൊക്കെ. ഹോട്ടൽ നടത്തുന്ന തിരക്കിനിടയിലും കാസർകോട്ടെ പ്രകാശൻ മുളക് കൃഷി പരിപാലിക്കുന്നു. 2 വർഷമായി മുളക് കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് മണ്ണൂത്തിൽ നിന്ന് തൈ ഒന്നിന് 3 രൂപ നിരക്കിൽ വാങ്ങിയതാണ്. ദിവസവും വിളവെടുക്കാം. ഇവ ഹോട്ടലിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും. ചായ ഉണ്ടാക്കിയ ശേഷമുള്ള തേയിലയും പച്ചക്കറി അവശിഷ്ടങ്ങളും വളമായി നൽകിയതോടെയാണ് നല്ല വിളവ് കിട്ടുന്നത്. കഴിഞ്ഞ വർഷം മുളക് ഉണക്കി 10 കിലോ പൊടി ഉണ്ടാക്കി. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു 10 കിലോ പൊടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി കിട്ടി. അതുപോലെ തന്നെ എൻ്റെ സ്ഥാപനത്തിലേക്ക് ഹോട്ടലിലേക്ക് വേണ്ട പച്ചക്കറികൾ മുളകുകൾ അധിക ദിവസങ്ങൾ ഒരു 3 മാസത്തോളം എനിക്ക് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത് എൻ്റെ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യ ഇതിൽ വരുന്ന ചായപ്പൊടി മറ്റേ ഇതിൻ്റെ വേസ്റ്റുകൾ ഉപയോഗിച്ച് ഇവിടെ എടുത്ത് അതാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്ന കുറച്ച് ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ മുളക് കൃഷി ചെയ്യുന്നത്. 250ഓളം ഗ്രോ ബാഗുകളിലായാണ് കൃഷി. സ്വന്തം കൃഷിയിടത്തിൽ വിളയുന്ന പച്ചമുളകിന് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ രുചിയും നിറവുമുണ്ടെന്ന് പ്രകാശൻ പറയുന്നു. ഇതിനൊപ്പം തക്കാളി കൃഷി തുടങ്ങാനും പദ്ധതിയുണ്ട്. ജൈവ രീതിയിൽ നടത്തുന്ന കൃഷിയിലൂടെ ആഴ്ചയിൽ 25 കിലോ പച്ചമുളകാണ് ഹോട്ടൽ ആവശ്യങ്ങൾക്കായി വിളവെടുക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളുടെ സർക്കാർ മന്ദിരം. 9 ഡീലക്സ് റൂമുകൾ ഉൾപ്പെടുന്ന പുതിയ കോംപ്ലക്സ് യാഥാർത്ഥ്യമായി. 9 ഡീലക്സ് റൂമുകൾ, ഒരു VIP റൂമും, 80 പേരെ പങ്കെടുപ്പിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, 40 പേർക്ക് ഇരിക്കാവുന്ന ഡൈനിംഗ് ഹാൾ,
തിരക്കുകളിൽ നിന്ന് ഒഴിവുവേളകൾ ആസ്വദിക്കാൻ മൂന്നാറിലെത്തുന്നവർക്ക് ഇനി ഈ സർക്കാർ മന്ദിരവും ഒരു ഓപ്ഷനാണ്. മൂന്നാറിലെ സർക്കാർ അതിഥി മന്ദിരത്തോട് ചേർന്ന് വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച പുതിയ കെട്ടിടമാണിത്. ഡ്രൈവർമാർക്കായി വിശ്രമമുറികളും അടുക്കളയുമാണ് മറ്റ് സൗകര്യങ്ങൾ. ഒന്നാം ഘട്ടത്തിൽ കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ വർക്കുകളാണ് ഉൾപ്പെട്ടിരുന്നത്. രണ്ടാം ഘട്ടത്തിലാണ് അക്കോമഡേഷൻ കോംപ്ലക്സിന്റെ അനുബന്ധ പ്രവൃത്തികൾക്കുള്ള അനുമതി ലഭിച്ചത്. ആകെ 6.84 കോടി രൂപ ചെലവിൽ പരിസ്ഥിതി സൗഹൃദമായി ഹാബിറ്റാറ്റാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 6.84 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. VIP റൂമുകളടക്കം 10 റൂമുകളാണ് ഇപ്പോൾ ഈ പുതിയ കെട്ടിടത്തിൽ. മൂന്നാറിൽ സർക്കാർ വകുപ്പുകളുടെ പരിപാടികളും യോഗങ്ങളും നടത്താൻ സ്വകാര്യ ഇടങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയത്. പൊതുമരാമത്ത്, ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് 18 മൂന്നാർ. അമേരിക്കൻ മലയാളിയായ പ്രവാസിക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് സ്വന്തം ജന്മനാടൊന്ന് ചുറ്റിക്കാണണം. റോഡ് മാർഗം സഞ്ചരിച്ചാൽ ദിവസങ്ങൾ വേണം. ഇടുക്കി വണ്ടൻമേട് സ്വദേശി ജെയ്സ് കണ്ടെത്തിയ മാർഗം എന്താണെന്നല്ലേ? ആ മാർഗം ഇതാണ്, കാണാം. വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തി കുറഞ്ഞ ദിവസം കൊണ്ട് നാടൊന്ന് ചുറ്റിക്കാണണമെന്ന മോഹത്തിൽ ജെയ്സിന്റെ മനസ്സിലുദിച്ച ആശയമാണ് ഹെലികോപ്റ്റർ യാത്ര. ഒട്ടും വൈകിയില്ല. ബംഗളൂരു ആസ്ഥാനമായ സഞ്ജയ് ഗൌഡ ഗ്രൂപ്പിന്റെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുകയായിരുന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നാണ് ഇടുക്കി കാഴ്ചകൾ ചുറ്റിക്കാണാൻ ജെയ്സ് പറന്നുയർന്നത്. ഞാനിവിടെ വണ്ടൻമേട്, ഇടുക്കി ഡിസ്ട്രിക്ട് വണ്ടൻമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അപ്പം നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കാണുക എന്നുള്ള ഒരു ഉദ്ദേശം ടൂറിസ്റ്റോ എല്ലാവർക്കും പ്രൊമോട്ട് ആവുന്ന ഒരു കാര്യമോട് ആ ഉദ്ദേശത്തിൽ എല്ലാ സ്വന്തം ജനിച്ച നാടും ഗ്രാമങ്ങളും ഒന്ന് കാണാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ എടുത്തതാണ്. ഏവിയേഷൻ വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിയാണ് 2 മണിക്കൂർ കൊണ്ട് തൊടുപുഴ, ഇടുക്കി ഡാം, കട്ടപ്പന, വാഗമൺ, കുമിളി, തമിഴ്നാട് അതിർത്തി എന്നിവ കണ്ടത്. യാത്ര മറ്റൊരു ദൃശ്യാനുഭവമായിരുന്നുവെന്നും കേരളത്തിലെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് ചില സങ്കല്പങ്ങൾ ഉടൻ യാഥാർത്ഥ്യമാക്കാനും ഈ യാത്രയിലൂടെ കഴിഞ്ഞെന്ന് ജെയ്സ് പറയുന്നു. മൂന്നര പതിറ്റാണ്ട് മുമ്പ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ കുടിയേറിയതാണ് ഇടുക്കിയിലെ ജെയ്സ് വർഗീസ്. ഇടുക്കിയിലെ ടൂറിസം സാധ്യതകൾ യാഥാർത്ഥ്യമാക്കുക എന്ന പ്രതീക്ഷയുമായാണ് ജെയ്സ് തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുന്നത്. ന്യൂസ് 18 തൊടുപുഴ. വളരെ സന്തോഷമുള്ളൊരു വാർത്തയിലേക്കാണ് അടുത്തത് കടക്കുന്നത്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ന്യൂസ് 18 2 പുരസ്കാരങ്ങൾ. അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രനാണ് മികച്ച വാർത്താവതാരകൻ. മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനുള്ള പുരസ്കാരത്തിന് അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസ് അർഹനായി. പുരസ്കാരങ്ങൾ ജനുവരി 10 കൊച്ചിയിൽ വിതരണം ചെയ്യും. അനന്തകല. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. 87 സെന്റിമീറ്ററാണ് തൃശൂർ ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സുകാരി ദൈതയുടെ ഉയരം. പ്രകടനത്തിന്റെ ഉയരം കൊണ്ട് നാടോടി നൃത്തത്തിന്റെ കാഴ്ചക്കാരെ അടക്കം കീഴടക്കിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. കയ്യിലൊരു പോരുകോഴിയുമായി വിമൻസ് കോളേജ് ഗ്രൗണ്ടിലൂടെ തെക്ക് വടക്ക് നടക്കുന്ന ദവിത പെട്ടെന്ന് ആരുടെയും കണ്ണിലുടക്കും. 87 സെന്റിമീറ്ററാണ് ഉയരം. ആളുപുലിയാണ്. 2 കൂടപ്പിറപ്പുകളുടെ ചേച്ചിയാണ്. ചെറുപ്രായത്തിൽ തന്നെ ദ്വൈതയിൽ വളർച്ചാ ഹോർമോണുകളുടെ അഭാവമുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ചികിത്സയും തുടരുന്നുണ്ട്. ബർത്തിൽ തന്നെ ചെറിയൊരു ഡെഫിഷ്യൻസി ഗ്രോത്തിലുണ്ടായിരുന്നു. അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് കാരണം ഷോർട്ട് സ്ട്രെച്ചറായിട്ടാണ് അവൾ ഗ്രോത്ത് പിക്കപ്പ് ചെയ്യുന്നത്. ഈ വർഷം ഞാൻ എന്തായാലും വേണ്ടില്ല, കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് കോർട്ട് ഓർഡർ എടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവൾ കളിച്ചു. ആ കളിച്ചു കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം. ഈ വക പ്രശ്നങ്ങൾ ഗവൺമെൻറ് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എങ്ങനെയാലും അടുത്ത വർഷത്തെ കലോത്സവം വിളിക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നത്തിന് ഇറങ്ങുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട്.
ഞായറാഴ്ച രാവിലെ തുടങ്ങിയ മത്സരത്തിൽ പങ്കെടുക്കാൻ ദ്വൈതയും അച്ഛനും മാഷും ശനിയാഴ്ച പാതിരാത്രിയാണ് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഞായറാഴ്ച പുലർച്ചെ തലസ്ഥാനത്തെത്തി. അപ്പീൽ അനുവദിച്ച് കിട്ടിയപ്പോൾ വൈകി, അതാണ് കാര്യം. പക്ഷേ ആ തിടുക്കമൊന്നും പ്രകടനത്തിൽ കണ്ടില്ല. നല്ലതുപോലെ കളിക്കാൻ പറ്റിയെന്നാണ് ദ്വൈത പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അല്ലല്ല, അത് കണ്ണകി എന്നുള്ള സിനിമല്ലേ, അതുമായി ബന്ധപ്പെട്ടതാണ്. അതിലെ കോഴിപ്പോര് നടത്തുന്ന ആ കോഴി അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. കണ്ണകിയുടെ കഥയാണ് ദ്വൈത വേദിയിൽ അവതരിപ്പിച്ചത്. ദ്വൈത എന്നാൽ ദേവത എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. ബിലൗഡ് എന്ന് ഇംഗ്ലീഷിലും പറയാം. ദ്വൈത പ്രിയപ്പെട്ടവള. കലോത്സവത്തിൽ നിന്നും എസ് ലല്ലു, ന്യൂസ് 18. ഇത്തവണത്തെ കലോത്സവത്തിന് ഒരു വ്യത്യസ്ത മത്സരം ഇനം കൂടിയുണ്ട്. പണിയ വിഭാഗത്തിന്റെ അനുഭവങ്ങളും ചരിത്രവും പങ്കുവെക്കുന്ന പണിയ നൃത്തം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കെട്ടിലും മട്ടിലും വ്യത്യസ്തരാവുകയാണ് ഈ കലാകാരന്മാർ. കാതിൽ കുന്നിക്കുരു നിറച്ച വട്ടക്കമ്മൽ, കഴുത്തിൽ നാണയമാല, ചുറ്റിയുടുത്ത മേൽമുണ്ടും. ഇതായിരുന്നു പണിയ നൃത്തത്തിനെത്തിയ മത്സരാർത്ഥികളുടെ വേഷം. ആ വേഷത്തിലൂടെ അവർക്ക് പറയാനുള്ളത് മുഴുവൻ ഇന്നവർ അവതരിപ്പിച്ച നൃത്തത്തിലുണ്ട്. പരിശീലനത്തിലും കാഴ്ചയിലുമെല്ലാം കാണികൾക്കും മത്സരാർത്ഥികൾക്കും പുതിയ അനുഭവമായിരുന്നു പണിയ നൃത്തം. അന്യം നിന്ന് പോകുമായിരുന്ന ഒരു കല ഇനിയും തലമുറകളിലേക്ക് പകർന്നു നൽകുകയാണ് കലോത്സവ വേദിയിലെ ഈ പണിയ നൃത്തം. ന്യൂസ് 18 തിരുവനന്തപുരം. മുണ്ടക്കായി ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട മുത്തശ്ശിയെ ഓർമ്മയില്ലേ? അവർക്ക് കാവലായി നിന്ന കാട്ടാനയുടെ കഥ നാടോടി നൃത്തവേദിയിലെത്തി. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജെന്നിഫർ ടിനോയാണ് വയനാട് ദുരന്തത്തിലെ ഈ സംഭവം അരങ്ങിലെത്തിച്ചത്. കേരളത്തെ ഞെട്ടിച്ച മഹാദുരന്തം കലോത്സവ വേദിയിൽ പല ഇനങ്ങളിലൂടെ അരങ്ങിലെത്തിക്കഴിഞ്ഞു. എന്നാൽ കാട്ടിൽ അഭയം തേടിയ മുത്തശ്ശിക്കും പേരക്കുട്ടിക്കും ഒരു രാത്രി മുഴുവൻ കാവൽ നിന്ന കാട്ടുകൊമ്പന്റെ കഥയാണ് ഈ കൊച്ചുമിടുക്കിയുടെ കണ്ണിൽ ഉടക്കിയത്. കഥ പാട്ടായി, പിന്നെ നൃത്തമായി. ആദ്യമായി സംസ്ഥാന കലോത്സവ വേദിയിലെത്തുമ്പോൾ കാട്ടാനയുടെ കനിവിൻ്റെയും കരുതലിൻ്റെയും കഥ പറഞ്ഞ ആടിത്തകർത്ത ജെന്നിഫർ ടിനോയ്ക്കും മികച്ച പ്രകടനം നടത്താനായതിൻ്റെ സന്തോഷമുണ്ട്. ലോകത്ത് ഇത്ര ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു, ഒരു ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. അതെല്ലാവരിലേക്ക് ഒരു നൃത്ത രൂപത്തിൽ എത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു അമ്മാമ്മനെ കുട്ടീനൊക്കെ രക്ഷിക്കുന്ന ഒരു ആനയുണ്ടായിരുന്നു. ആനേനെ നമ്മൾ മെയിൻ കഥാപാത്രമായിട്ട് എടുത്തു. അങ്ങനെ ഒരു ആരും പ്രതീക്ഷിക്കുന്നില്ല, അതാരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ വയനാട് ദുരന്തം എന്ന് പറയുമ്പോൾ ദുരന്തം, ഉരുൾപൊട്ടലും മണ്ണിടിച്ചില്ല, അത് മാത്രം എല്ലാവരും പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ ഈ കഥാപാത്രത്തിന് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. ബൊമ്മി എന്ന പേരാണ് കൊടുത്തത്. കയ്യിൽ കരിമ്പുമായി കാട്ടാനയുടെ കഥ അവതരിപ്പിച്ച ജെന്നിഫറിന് പിന്തുണയുമായി കുടുംബമൊട്ടാകെ ഉണ്ടായിരുന്നു. ഹരികൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.